ഹായ് നമസ്കാരം. വോയിസ് ഓഫ് മുജിബിലേക്ക് എവർക്കും സ്വാഗതം. ഇന്ത്യ ശ്രീലങ്ക എ ടീമുകൾ തമ്മിലുള്ള ആദ്യ ഏകദിനത്തിൽ ഇന്ത്യക്ക് അവിസ്മരണീയ വിജയം. വളരെ നാളുകൾക്ക് ശേഷമാണ് ഇത്രക്കും ത്രില്ലറായ ഒരു മത്സരം നമുക്ക് കാണാൻ സാധിക്കുന്നത്. മത്സരത്തിൻ്റെ ആദ്യാവസാനം വരെ ജയപരാജയങ്ങൾ മാറിമറിയുന്ന ഒരു ത്രില്ലിംഗ് മാച്ച് തന്നെയായിരുന്നു. ഒരുപക്ഷെ IPL പോലും ഇത്തരത്തിൽ ആവേശകരമായൊരു മത്സരം നമുക്ക് കാണാൻ സാധിച്ചിട്ടില്ലെന്ന് വേണം പറയാൻ. ജിത്തു ജോസഫിന്റെ തിരക്കഥയെ പോലും വെല്ലുന്ന ആവേശകരമായൊരു മത്സരമായിരുന്നു ഇന്ന് ശ്രീലങ്കയിൽ നടന്നത്. ക്രിക്കറ്റ് പ്രേമികൾക്ക് ആവോളം ആസ്വദിക്കാൻ ആദ്യാവസാനം വരെ ആവേശം നൽകിക്കൊണ്ട് ആ ഒരു മത്സരത്തിൽ അവസാനം ഇന്ത്യ 8 റൺസിന്റെ വിജയമാണ് പിടിച്ചെടുക്കുന്നത്. ഇന്നത്തെ മത്സരത്തിൽ നായക പരിവേഷം ചാർത്തിക്കൊടുക്കേണ്ടത് ഗെയ്ക്വാദിന് തന്നെയാണ്. വെറും ഒരു പകരക്കാരനായാണ് ഇന്ത്യ എ ടീമിൽ ഇടം പിടിക്കുന്നത്. പരാഗിന് പരിക്കു പറ്റിയത് കൊണ്ട് മാത്രം. അങ്ങനെ പകരക്കാരനായി വന്ന് സെഞ്ചുറിയും തൂക്കിക്കൊണ്ട് ഇന്നത്തെ കളിയിലെ പ്ലെയർ ഓഫ് ദ മാച്ച് അവാർഡിന് അർഹനായിരിക്കുന്നു ഗെയ്ക്വാദ്. എന്നാൽ ആ സെഞ്ചുറിയേക്കാൾ മൂല്യം കൽപ്പിക്കേണ്ട ഗെയ്ക്വാദിൻ്റെ തന്നെ മറ്റൊരു റണ്ണൌട്ട് കൂടിയുണ്ട്. ആ ഒരു പ്രകടനം എടുത്തു പറയേണ്ടിയിരിക്കുന്നു. ശ്രീലങ്ക വിജയത്തിലേക്ക് പോകുമെന്ന് തോന്നിച്ച ഘട്ടത്തിലായിരുന്നു ആ ഒരു റണ്ണൌട്ട് സംഭവിക്കുന്നത്. ജയപരാജയങ്ങൾ മാറിമറിഞ്ഞ മത്സരത്തിൽ ഇന്ത്യ ജയിച്ചു കയറുന്നത് 8 റൺസിനാണ്. എവിടെ നിന്നാണ് ആ വിജയം ഇന്ത്യ പിടിച്ചെടുക്കുന്നത്? അവിടെയാണ് മത്സരത്തിൻ്റെ പ്രസക്തി കിടക്കുന്നത്. 3 വിക്കറ്റുകൾ ബാക്കി നിൽക്കുമ്പോൾ ശ്രീലങ്കയ്ക്ക് 12 പന്തുകൾ ശേഷിക്കെ വേണ്ടത് വെറും 10 റൺസായിരുന്നു. 3 ബൗണ്ടറികളുടെ ബലത്തിൽ 16 പന്തിൽ 23 റൺസുമായി വനുജ സഹൻ ക്രീസിൽ നിൽക്കുന്നു. 12 പന്തുകൾ വേണ്ടത് വെറും 10 റൺസ് മാത്രം. അവിടെ ബൗൾ ചെയ്യാനെത്തുന്നത് അർഷദ് ഖാൻ. പക്ഷേ വനുജക്ക് ആദ്യ ബോളിൽ ഒരു സിംഗിൾ മാത്രമാണ് നേടാനാകുന്നത്. സ്ട്രൈക്കിലെത്തിയ വിജയകാന്ത് വിയാസ്കാന്ത് അർഷദ് ഖാന്റെ ബൗളിങ്ങിൽ LBWയിൽ കുരുങ്ങുന്നു. പിന്നീട് മുഹമ്മദ് സിറാജാണ് പുതിയ ബാറ്ററായി എത്തുന്നത്. നേരിട്ട് ആദ്യ ബോൾ റൺസ് എടുക്കാൻ കഴിയാതെ പോകുന്നു. എന്നാൽ നോ സ്ട്രൈക്കിലുള്ള വനുജ സ്ട്രൈക്ക് പിടിക്കാനുള്ള ശ്രമം നടത്തുന്നു. അന്നേരമാണ് ഗെയ്ക്വാദിന്റെ കൃത്യമായ ഒരു ഇടപെടലുണ്ടാകുന്നത്. കൃത്യതയാർന്ന ഫീൽഡിങ്ങിലൂടെ അവിടെ റണ്ണൌട്ട് നേടിയെടുക്കുന്നു. വീണ്ടും ഒരു വിക്കറ്റ് കൂടി ശേഷിക്കുന്നു. സ്ട്രൈക്കിൽ തുടരുന്നു മുഹമ്മദ് സിറാജ്. 49-ാം ഓവറിൻ്റെ 4-ാം ബോളിലും മുഹമ്മദ് സിറാജിന് റൺസ് നേടാൻ സാധിക്കുന്നില്ല. 5-ാം ബോളിൽ മുഹമ്മദ് സിറാജിൻ്റെ വിക്കറ്റ് നേടിയെടുക്കുന്നു അർഷദ് ഖാൻ. ആ ഒരു ഓവറിൽ ഒരു റണ്ണൌട്ട് അടക്കം 3 വിക്കറ്റുകളാണ് ഇന്ത്യ പിടിച്ചെടുത്തത്. ആ വിക്കറ്റ് വേട്ടയിലൂടെ ഇന്ത്യ നേടിയെടുത്തത് 8 റൺസിൻ്റെ വിജയം. ഒരുപക്ഷെ വനുജ ആ ഒരു ഓവർ പൂർത്തിയാകാൻ കാത്തുനിന്നിരുന്നെങ്കിൽ അവസാന ഓവറിൽ സ്ട്രൈക്ക് എടുത്തുകൊണ്ട് 6 പന്തിൽ 8 റൺസ് അനായാസം നേടാമായിരുന്നു. ആ ഒരു അവസരത്തെയാണ് ഇന്ത്യൻ എ ടീം തല്ലി തകർത്തത്. ഇന്ത്യയുടെ തുടക്കം വളരെ തകർച്ചയോടെയായിരുന്നു. ശ്രീലങ്കൻ മണ്ണിൽ ടോസ് ലഭിച്ച് ഇന്ത്യ ബാറ്റിംഗ് തിരഞ്ഞെടുക്കുമ്പോൾ ഏറെ പ്രതീക്ഷയിലായിരുന്നു. പക്ഷേ IPL അത്ഭുതബാലൻ സൂര്യവംശി 12 പന്തിൽ 14 റൺസുമായി പുറത്താകുന്നു. പ്രഭുസിമ്രാൻ സിംഗ് വെറും 2 റൺസിന് പുറത്താകുന്നു. പ്രിയാൻഷ ആര്യ മാത്രമാണ് അല്പമെങ്കിലും മികച്ച പ്രകടനം കാഴ്ചവെച്ചത്. 32 പന്തിൽ 32 റൺസ് എടുത്തു. 69-ന് 3 വിക്കറ്റുകളാണ് വീണുടഞ്ഞത്. അവിടെയാണ് ഒരു എക്സ്പീരിയൻസിൻ്റെ പാർട്ണർഷിപ്പ് ഇന്ത്യ നേടിയെടുക്കുന്നത്. ക്യാപ്റ്റൻ തിലക് വർമ്മയും പകരക്കാരനായെത്തി വൈസ് ക്യാപ്റ്റനായി തീർന്ന ഗെയ്ക്വാദും തമ്മിലുള്ള ഒരു പാർട്ണർഷിപ്പ്. 185 റൺസിൻ്റെ പാർട്ണർഷിപ്പാണ് ഇരുവരും പടുത്തുയർത്തിയത്. 3 സിക്സും 6 ഫോറും അടക്കം 114 പന്തിൽ 101 റൺസ് എടുത്താണ് ഗെയ്ക്വാദ് പുറത്തായത്. പക്ഷേ ക്യാപ്റ്റൻ തിലക് വർമ്മക്ക് 60 റൺസ് എടുക്കാൻ 97 പന്തുകൾ നേരിടേണ്ടി വന്നു. ഒരു സിക്സും 2 ഫോറുകളും അടങ്ങുന്നതായിരുന്നു ക്യാപ്റ്റൻ്റെ ഇന്നിങ്സ്. അങ്ങനെയാണ് ഇന്ത്യ 277 എന്ന സ്കോറിലെത്തുന്നത്. അത് മറികടക്കാനെത്തിയ ശ്രീലങ്ക ഒരു മിന്നൽ തുടക്കമായിരുന്നു നടത്തിയത്. ശ്രീലങ്കയ്ക്ക് ആദ്യ വിക്കറ്റ് നഷ്ടപ്പെടുന്നത് 17-ാം ഓവറിലാണ്. 97 റൺസിലാണ്. അനായാസം വിജയം ഉറപ്പിച്ച് മുന്നേറിക്കൊണ്ടിരുന്ന ശ്രീലങ്കയുടെ ആദ്യ വിക്കറ്റ് നേടിയെടുക്കുന്നത് ആയുഷ് ബദോനിയാണ്. 2 ഓപ്പണർമാരെയും പുറത്താക്കിയത് ആയുഷ് ബദോനിയുടെ ബൗളിംഗ് പ്രകടനം തന്നെയാണ്. എങ്കിൽ പോലും വിജയവഴിയിൽ തന്നെയായിരുന്നു ശ്രീലങ്ക. വിപിൻ രാജ് നിഗവും അനുകൂൽ റോയുമെല്ലാം ഈ 2 വിക്കറ്റുകൾ നേടിക്കൊണ്ട് ശ്രീലങ്കയുടെ പതനത്തിന് വേഗത കൂട്ടി. ശ്രീലങ്കൻ മധ്യനിരയുടെ പോരാളിയായിക്കൊണ്ട് ക്യാപ്റ്റൻ സഹൻ അരാച്ചിയെ നിലയുറപ്പിച്ചപ്പോൾ ഇന്ത്യ വീണ്ടും പരാജയം മണത്തതാണ്. 2 സിക്സും 6 ഫോറും അടക്കം 72 പന്തിൽ 74 റൺസുമായി മികച്ച പ്രകടനം പുറത്തെടുത്ത ക്യാപ്റ്റനെ പുറത്താക്കിക്കൊണ്ട് അൻഷുൽ കമ്പോജാണ് അവിടെ ഒരു ബ്രേക്ക് ത്രൂ ഇന്ത്യക്ക് നൽകുന്നത്. വീണ്ടും വനുജയിലൂടെ വിജയം പിടിച്ചെടുക്കാനുള്ള ശ്രമമാണ് അവസാന ഓവറുകളിൽ അർഷദ് ഖാനും ഗെയ്ക്വാദും കൂടി തല്ലിക്കെടുത്തിയത്. ആദ്യ മത്സരത്തിൽ തന്നെ ശ്രീലങ്കയുടെ മണ്ണിൽ ഇന്ത്യ 8 റൺസിൻ്റെ അവിസ്മരണീയ അത്ഭുത വിജയം നേടിയിരിക്കുന്നു.
പുതിയ ക്രിക്കറ്റ് വിശേഷങ്ങളുമായി നിങ്ങളിലേക്ക് വീണ്ടും എത്തും. നിങ്ങളുടെ സ്വന്തം വോയിസ് ഓഫ് മുജീബ്. ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക.